ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് ആണ് ഷാഫി പറമ്പിലിനെ അടിച്ചത് എന്ന് വിഷയം ഇന്ന് പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ. ആ വിഷയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിനു മുമ്പ് നിജേഷ് അരവിന്ദ് ഉൾപ്പെടെ കുറേ കോൺഗ്രസിൻ്റെ വക്താക്കൾ ചാനലുകൾക്കകത്ത് നിന്ന് അലറി വേറൊരു പോലീസുകാരൻ്റെ പേര് പറഞ്ഞു. നിങ്ങൾ മറന്നുപോയാലും അതൊന്നും നാട്ടുകാർ മറന്നുപോകുമെന്ന് നിജേഷ് അരവിന്ദ് മനസ്സിലാക്കരുത്. നിങ്ങൾ പറഞ്ഞ എന്തായിരുന്നു അറിയോ? ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാരൻ്റെ പേര് വിഷ്ണു വത്സൻ എന്നുള്ളതാണ്. ആ വിഷ്ണു വത്സനെ വെച്ചുകൊണ്ട് ഞാനും നിജേഷ് അരവിന്ദും ഒക്കെ പേരാമ്പ്രയ്ക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ്. ഈ കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗുകാരുടെയും എല്ലാ പ്രൊഫൈലിനകത്തും നിറഞ്ഞു നിന്നത് പേരാമ്പ്രയ്ക്കകത്ത് TP രാമകൃഷ്ണേട്ടൻ്റെ അവിടുത്തെ MLA വീട്ടിന് തൊട്ടടുത്തുള്ള വിഷ്ണു വത്സനാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞ് വ്യാപകമായ സൈബർ അറ്റാക്കിംഗ് നടത്തി. നിങ്ങൾ ചാനൽ മുറികളിൽ ഒന്ന് ഓരിയിട്ടു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷ്ണു വത്സനെ നിങ്ങൾ ഒഴിവാക്കിയോ? എന്തെങ്കിലും ആ കുടുംബം രക്ഷപ്പെടുമല്ലോ. ട്രോമ സ്റ്റേജിലാണ് യഥാർത്ഥത്തിൽ അവരുടെ അമ്മ. ഇപ്പോൾ ആ കോലത്തിൽ നിങ്ങളാക്കി. അവരൊരു പരാതി കൊടുത്തിട്ട് ഇപ്പൊ പേരാമ്പ്ര സ്റ്റേഷനിൽ നിലവിലുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അതുകൂടി നോക്കുന്നത് നല്ലതാണ്. ഒന്ന് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ വിഷ്ണു വത്സനെ ഒഴിവാക്കിയോ നിങ്ങൾ? രണ്ടാമത്തത്, നിങ്ങൾ ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആക്രമിച്ചെന്ന കാര്യത്തിൽ ഇന്ന് നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടാവും. നിജേഷ് അരവിന്ദ് നാളെയും മറ്റന്നാളും പിറ്റേന്നൊക്കെ ഉറച്ചു നിൽക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. മറ്റൊരു വിഷയം, അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഡിസ്മിസ് ചെയ്തു എന്നാണ് ആങ്കർ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞത്. നിജേഷും പറഞ്ഞു. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഇതുമായി ഇനി നിങ്ങളും അന്വേഷിച്ചോ. ഈ പറയുന്ന എല്ലാ വിശകലനവും നിങ്ങളും എടുത്തോ. അതാണല്ലോ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. ഈ പറയുന്ന അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആൾക്ക് സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് 3 പേരെ പിരിച്ചുവിട്ടു എന്ന് നിങ്ങളിപ്പോൾ പറയുന്നതിൽ 3 പേരെ പിരിച്ചുവിട്ടില്ല, 2 പേരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളൂ. അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ആൾക്ക് സസ്പെൻഷൻ ആയിരുന്നു. ആ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് പേരാമ്പ്രയ്ക്കകത്ത് ഇയാളെ നിയമിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPM പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം? ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങൾക്കറിയാം, വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി ജയിക്കുന്ന കോൺഗ്രസിന്റെ MP അല്ല ഷാഫി പറമ്പിൽ. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ MPമാരൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നെ ഷാഫി പറമ്പിലുള്ള പ്രത്യേകത എന്താ? ഷാഫി പറമ്പിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, കോഴിക്കോട് ജില്ലക്കകത്ത് കോൺഗ്രസിന് ഒരു ഒറ്റ സീറ്റില്ല നിയമസഭാ മണ്ഡലത്തിൽ. കുറെ കാലമായി നിജേഷ് അരവിന്ദനെ പോലുള്ള ആളുകൾ വേർപ്പൊഴുക്കി കഷ്ടപ്പെടുകയാണ്. പക്ഷെ ജനങ്ങൾ ഒരു ഒറ്റ സീറ്റ് കൊടുക്കുന്നില്ല, കുറെ വർഷങ്ങളായി. അപ്പൊ കുറച്ച് സീറ്റ് എവിടെയെങ്കിലും തട്ടിക്കൂട്ടി, അത് വർഗീയപരമായെങ്കിൽ അങ്ങനെ, കുറച്ച് സംഘർഷം ഉണ്ടാക്കിയാണെങ്കിൽ അങ്ങനെ, തെറ്റിദ്ധരിപ്പിച്ചാണെങ്കിൽ അങ്ങനെ വരാമെന്ന് ഉദ്ദേശിക്കുകയാണ് നിങ്ങൾ. അത് പറയാൻ കാരണം എന്താ? നിങ്ങൾ ഈ പറയുന്ന നിജേഷ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പേരാമ്പ്രയ്ക്കകത്ത് ഒരു കോളേജിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തോ ഉണ്ടായി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ശരി, അതിനാണല്ലോ നിങ്ങൾ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഹർത്താൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾ അവിടെ പോയി പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തു. അതിനാണല്ലോ LDFന്റെ പ്രകടനം. ശ്രീ നിജേഷിന്റെ തൊട്ടടുത്ത സ്ഥലമാണ്, എൻ്റെ തൊട്ടടുത്ത സ്ഥലം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പോലും LDFന്റെ പ്രവർത്തകർ പ്രകടനം നടത്തി അവിടെ നിന്നോ? ഞങ്ങൾ പിരിഞ്ഞുപോയി. ഞങ്ങൾ പിരിഞ്ഞു പോകാൻ എന്താ കാരണം എന്നറിയോ നിജേഷ്? അതുകൂടി പറഞ്ഞുതരാം. ഞങ്ങൾ പിരിഞ്ഞു പോകാൻ കൃത്യമായ കാരണമുണ്ട്. ഞങ്ങൾക്കറിയാം ഷാഫി പറമ്പിൽ അവിടെ വരുന്നുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ വരുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, അവിടെ ഒരു സംഘർഷവും ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് LDFകാരിത അക്രമം ഉണ്ടാക്കി ഷാഫി പറമ്പിൽ മർദ്ദനേറ്റു എന്ന് പറഞ്ഞ് കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ LDF പ്രവർത്തകർ പിരിഞ്ഞുപോയി. UDFകാർ 2 മണിക്കൂർ, ചിലപ്പോൾ നിജേഷ് അവിടെ ഉണ്ടാവും, 2 മണിക്കൂർ ഷാഫി പറമ്പിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു അവിടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ പോലീസ് ഈ പറഞ്ഞ വിഷയം ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞല്ലോ. പോലീസ് അല്ല വിഷയം ഉണ്ടാക്കിയത്. നിങ്ങൾ അന്വേഷിച്ചു, എല്ലാ വിഷയം എടുത്തോ. അവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഷാഫി പറമ്പിൽ വന്നതിന് ശേഷമാണ് മുമ്പോട്ട് വന്നത്. പിന്നെ പോലീസ് തടഞ്ഞതിന് ശേഷം വീണ്ടും മുമ്പോട്ട് വരാൻ നിൽക്കുക. പോലീസ് തടയില്ലേ? സ്വാഭാവികല്ലേ? ആ പോലീസ് തടഞ്ഞിട്ടുണ്ട്, ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ സ്ഫോടക വസ്തു നിജേഷ് അരവിന്ദ് ഫോറൻസിക് വിഭാഗം അന്വേഷിച്ചിട്ടാണ് അത് സ്ഫോടക വസ്തുവാണെന്ന് കണ്ടെത്തി. അതുകൊണ്ടാണ് 2 ദിവസം കേസെടുക്കാതിരുന്നത്. നിജേഷ് അത് മനസ്സിലാക്കിക്കോ. വളരെ കൃത്യമായി അന്വേഷിച്ച് അത് സ്ഫോടക വസ്തുവാണ് CPM പറഞ്ഞാൽ അന്ന് തന്നെ ഇവിടെ കേസെടുത്തൂടെ? ഞങ്ങളുടെ പോലീസാന്ന് പറഞ്ഞാൽ 10-ാം തീയതി സംഭവം ഉണ്ടായി, 13-ാം തീയതിയാണ് കേസെടുക്കുന്നത് സ്ഫോടക വസ്തുമായി ബന്ധപ്പെട്ടിട്ട്. കൃത്യമായി ഫോറൻസിക് പരിശോധന നടത്തിയിട്ട് എടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പറയുന്ന ആളെ ഈ വീട്ടുകാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആരെങ്കിലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഷാഫി പറമ്പിൽ നിൽക്കുന്ന സ്ഥലത്ത് പോയി അടിച്ചാണോ? ഈ സ്ഥലത്ത് വന്ന് സംഘർഷത്തിനകത്ത് ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പം അവിടെ എവിടെയും പൊട്ടലും തട്ടലൊക്കെ ഉണ്ടാവും.
അത് ഈ പറയുന്ന ഷാഫി പറമ്പിലാവട്ടെ വേറെ ഏത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ആളുകളാകുമ്പോൾ അത്തരത്തിലുള്ള വിഷയം സോൾവ് ചെയ്യാനല്ലേ ശ്രമിക്കേണ്ടത്? അവിടെ സംഘർഷം അതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ ലിജീഷ്, അതായത് ഷാഫി പറമ്പിലിനെ പോലീസ് അടിച്ചു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല, പെയിന്റ് പാട്ട എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ഷാഫി പറമ്പിലിനെ പോലീസ് അടിച്ചോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചോട്ടെ. ഇതുവരെ മൊഴി കൊടുക്കാൻ ഷാഫി പറമ്പിൽ പോയിട്ടില്ല. അതും നിങ്ങൾ മനസ്സിലാക്കിയോ?